ഹായ്, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നിങ്ങളെല്ലാവരും കേട്ടിരിക്കും ഒരുപക്ഷെ, നമ്മുടെ വേടനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. കഞ്ചാവ് കേസിലാണ് ആൾ അറസ്റ്റ് ആയിരിക്കുന്നത്. വാർത്ത വന്നു, കഞ്ചാവ് പിടിച്ചിട്ടുണ്ട്, 5 ഗ്രാം കഞ്ചാവാണ് പിടിച്ചിരിക്കുന്നത്. പക്ഷേ ഇതിൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്തൊരു കാര്യം, 2 ദിവസം മുന്നേയും കൂടെ ഞാൻ വേടൻ്റെ ഒരു വാർത്ത കണ്ടിരുന്നു. വേടൻ അതിഭയങ്കരമായിട്ട് എല്ലാവരും മോട്ടിവേറ്റ് ചെയ്യുന്നതും മയക്കുമരുന്ന് ഉപയോഗിക്കരുത് എന്ന് പറഞ്ഞിട്ട് കാണികളായിട്ടുള്ള, പ്രത്യേകിച്ച് വിദ്യാർത്ഥികളായിട്ടുള്ള ന്യൂ ജനറേഷൻ്റെ വക്താക്കളായിട്ടുള്ള കുട്ടികളെയൊക്കെ ഉത്ബോധിപ്പിക്കുകയും ലഹരി ഉപയോഗിക്കരുത്, അത് ചെകുത്താനാണ് എന്നുള്ള രീതിയിൽ ഉപദേശം കൊടുക്കുകയൊക്കെ ചെയ്യുന്ന ഒരു വേടനെ 2 ദിവസം മുന്നേ ന്യൂസിൽ കണ്ടിരുന്നു. അതൊരു ന്യൂസ് ചാനലിൽ തന്നെ ആയിരുന്നു കേട്ടോ. പിന്നെ അതേപോലെ എന്താ പറയുക, അങ്ങനെ കേട്ടു എന്നല്ല, പിന്നെ വേടനെ കുറിച്ച് പറയാനാണെങ്കിൽ എല്ലാവർക്കും അറിയാമല്ലേ. വേടൻ്റെ പാട്ടുകൾ എല്ലാവരെയും അതിഭയങ്കരമായിട്ട് ചിന്തിപ്പിക്കുകയും ഇങ്ങനെ വൈറലായിട്ട് എല്ലാ ഏജ് ഗ്രൂപ്പിൽപ്പെട്ട കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന അല്ലെ ആസ്വദിക്കാൻ പറ്റുന്ന മറ്റുള്ള റാപ്പേഴ്സിൻ്റെ ഇടയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നിൽക്കുന്ന ഒരാളാണ് വേടൻ. ആ വേടൻ്റെ കയ്യിൽ നിന്ന് കഞ്ചാവ് പിടിച്ചു എന്ന് പറയുമ്പം വിശ്വസിക്കാൻ സത്യം പറഞ്ഞാൽ പ്രയാസമുണ്ട്. എന്നാൽ പോലും പിടിച്ചു എന്ന് പറയുന്ന കാര്യം സത്യം തന്നെയാണ്. അത് വേടനെ കൊടുക്കാൻ വേണ്ടി മനഃപൂർവ്വം ആരെങ്കിലും, വേടൻ്റെ കൂടെ 9 പേരുണ്ടായിരുന്നു എന്ന് പറയുന്നത് കേട്ടു. വേടനടക്കം 9 പേരുണ്ടായിരുന്നു ഫ്ലാറ്റിൽ എന്നാണ് പറയപ്പെടുന്നത്. അതിൽ 6 പേരെയാന്ന് തോന്നുന്നുണ്ട് പിടിച്ചിരിക്കുന്നത്. വേടനടക്കം 6 പേരെയാണ് ഫ്ലാറ്റിൽ നിന്ന് പിടിച്ചത്. 9.5 ലക്ഷം രൂപയും ഒരു മൊബൈൽ ഫോണും, ഒരു മൊബൈൽ ഫോണാണെന്ന് എനിക്കറിയില്ല, അവരുടെ മൊബൈൽ ഫോണുകൾ ഉൾപ്പെടെയുള്ള സാധനങ്ങളൊക്കെയാണ് പിടിച്ചെടുത്തിരിക്കുന്നത്. അപ്പോൾ 5 ഗ്രാം കഞ്ചാവ്. ഇതിൻ്റെ അകത്തുള്ള സംശയം എന്താണെന്ന് വെച്ചാൽ, വേടനെ കൊടുക്കാൻ വേണ്ടിയിട്ട് കൂടെയുള്ളവരോ അതല്ലെങ്കിൽ ആരെങ്കിലും കൊട്ടേഷൻ എടുത്തുകൊണ്ട് മനഃപൂർവ്വം കൊണ്ടുപോയി ഇട്ടതാണോ എന്ന് നമുക്കറിയില്ല. അതിനുള്ളൊരു സാധ്യതയും ഇല്ലാതില്ല. സംഭവത്തിൻ്റെ സത്യാവസ്ഥ അറിയാതെ നമ്മൾ ആരെയും അടച്ചാക്ഷേപിക്കുകയോ കുറ്റം പറയുകയോ ചെയ്യരുത് എന്നാണ് എൻ്റെ പക്ഷം. നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത്, ഇത് കാണുന്ന ആൾക്കാർക്ക് ഇതിൻ്റെ അകത്ത് എന്താ അഭിപ്രായം ഉള്ളതെന്ന് എനിക്കറിയില്ല കേട്ടോ. ഞാൻ ഈ ന്യൂസ് വിശ്വസിച്ചിട്ടില്ല എന്ന് വെച്ച് പരിഗണിക്കാതെ ഇരുന്നിട്ടില്ല. അതിനകത്ത് എന്തെങ്കിലും സത്യം ഉണ്ടാവാം, ഇല്ലാതിരിക്കാം. എന്തായാലും ഇങ്ങനെ ഒരു വാർത്ത വന്നു എന്നുള്ളതും വേടൻ്റെ കയ്യിൽ നിന്ന്, വേടൻ്റെ ഫ്ലാറ്റിൽ നിന്ന് കഞ്ചാവ് പിടിച്ചു എന്നുള്ളതും സത്യം തന്നെയാണ്. ബാക്കിയെല്ലാം നമുക്ക് വഴിയെ കാണാം. പിന്നെ അന്വേഷണ ഉദ്യോഗസ്ഥന്മാരിൽ ഒരാൾ മീഡിയാസിനോട് പറയുന്നത് ഞാൻ കേട്ടത്, പുള്ളി ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ള കാര്യം സമ്മതിച്ചു എന്നാണ്. അത് ഇനി ഇവർ വെറുതെ പറയുന്നതാണോ, വേടൻ സമ്മതിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ നമുക്ക് വ്യക്തതയൊന്നുമില്ല. കാരണം വേടൻ നമുക്ക് പേഴ്സണലായിട്ട് അറിയില്ല. ഇതിൻ്റെ ഇടയിൽ വേറെ ഒരാൾ പറയുന്നതായിട്ട്, വേടൻ ഞങ്ങൾ ഇത്രയും കാലമായിട്ട് പുള്ളി അങ്ങനെ ഏതെങ്കിലും രീതിയിൽ ഇങ്ങനെയുള്ള സാധനങ്ങളൊന്നും ഉപയോഗിക്കുന്നതായിട്ട് ഞങ്ങൾ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞിട്ടൊരു ഒരാൾ സംസാരിക്കുന്നത് ന്യൂസിൽ തന്നെ കണ്ടതാണ്. പിന്നെ ഈ വാർത്ത സത്യമാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഈ വാർത്ത സത്യമാണെങ്കിൽ എന്ന് ഉദ്ദേശിച്ചത്, വാർത്ത സത്യമാണ്, പക്ഷേ വാർത്തയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ യഥാർത്ഥത്തിലുള്ളതാണെങ്കിൽ, വേടൻ അങ്ങനെ ഒരു സംഗതി ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ളത് നേരാണെങ്കിൽ, പണ്ടൊരു സിനിമയിൽ പറഞ്ഞിട്ടില്ലേ, ഊക്കലും ഉപദേശവും ഒന്നിച്ച് വേണ്ട എന്ന്. അതേ ഇവിടെയും പറയാനുള്ളൂ. അത് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ പിന്നെ എന്താക്കാൻ നിൽക്കരുത്, ചാരിത്ര പ്രസംഗം നടത്താൻ നിൽക്കരുത്. അത് ഉപയോഗിക്കാത്ത ഒരാളെയാണ് ഈ ഒരു പേരും പറഞ്ഞാലേ കഞ്ചാവ് റൂമിൽ നിന്ന് കിട്ടിയെന്ന് പറഞ്ഞിട്ട് ഇതിൻ്റെ പേരിൽ അറസ്റ്റ് ചെയ്തിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ, നിങ്ങളെപ്പോലെ തന്നെ ഞാൻ ഇതിൻ്റെ സത്യാവസ്ഥ അറിയണമെന്നും, അയാൾ നിരപരാധിയാണെങ്കിൽ സത്യം പുറത്തു വരണമെന്നും, അയാളെ കുറ്റവിമുക്തനാക്കണമെന്നും, അയാൾ അങ്ങനെ ആകണമെന്നും ഞാനും ആഗ്രഹിക്കുന്നുണ്ട്. വേടൻ്റെ സത്യം പറഞ്ഞാൽ ഈ ഇടയ്ക്കാണ് ഞാൻ വേടൻ്റെ പാട്ടുകളൊക്കെ കേട്ട് വരുന്നതും ഇഷ്ടപ്പെട്ടു വരുന്നതും ആസ്വദിക്കുന്നതൊക്കെ. അപ്പോൾ അങ്ങനെയുള്ള ഒരാൾ ഇതേപോലെ പെട്ടെന്ന് അത് ഇങ്ങനെയുള്ള കേസുകളിലൊക്കെ അകത്താകുക എന്നൊക്കെ പറയുമ്പോൾ കേൾക്കാൻ നമുക്ക് മാനസികമായിട്ടൊരു പ്രയാസം, അല്ലെങ്കിൽ വിശ്വസിക്കാനൊരു ബുദ്ധിമുട്ട്. അപ്പോൾ എന്തായാലും കേട്ട വാർത്ത സത്യമല്ലാതിരിക്കട്ടെ, അതല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ആയിരിക്കാം. എന്നാലും ഉള്ളിൻ്റെ നമുക്ക് ചെറിയൊരു പ്രതീക്ഷയായിട്ട് ഒരു പക്ഷേ വേടൻ അത് ഉപയോഗിച്ചിട്ടുണ്ടാവില്ല. ഇത്രയും കത്തി നിൽക്കുന്ന, അതല്ലെങ്കിൽ വേടൻ്റെ ഈ വളർച്ചയും ഉയർച്ചയും കണ്ടിട്ട് അസൂയപ്പെടുന്ന ആരെങ്കിലും ഒരാൾ ഒരു പക്ഷേ ഇത് മനഃപൂർവ്വം കൊടുക്കാൻ വേണ്ടി കരുതി കൂട്ടി ചെയ്തതാവാനൊരു സാധ്യത അവിടെ ഇല്ലേ എന്നും നമുക്ക് തോന്നും. അങ്ങനെ ആയാൽ നന്നായിരുന്നു അല്ലേ. കാരണം നശിച്ച് കാണാനല്ല, നന്നായി കാണാനെന്ന് നമ്മളെല്ലാവരും ആഗ്രഹിക്കുക. എനിക്ക് വീഡിയോ എടുക്കാൻ ചെറിയൊരു പ്രയാസമുണ്ട്. എൻ്റെ വീഡിയോസിൻ്റെ അടിയിൽ ഒരുപാട് കമൻറ്റ്സ് വരുന്നുണ്ട്, തല വെട്ടിക്കുന്നത് കുറച്ച് കുറയ്ക്കണം എന്ന്.
കുറയ്ക്കണം എന്നല്ല, ഒഴിവാക്കണം. സ്വാഭാവികമായിട്ട് ഞാൻ സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ അത് വന്നു പോകുന്നതാണ്. പക്ഷെ അത് അങ്ങനെ ഇല്ലാതെ പിടിച്ച് സംസാരിക്കാൻ വേണ്ടി ഞാൻ കുറച്ച് പ്രയാസപ്പെടുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ക്ഷമിക്കുക, ഞാൻ ഒരു തുടക്കക്കാരിയാണ്. ഞാനിങ്ങനെ ഫേസ് ടു ഫേസ് അല്ലെങ്കിൽ ഇങ്ങനെ എൻ്റെ ഫേസ് കാണിച്ച് ഡയറക്റ്റ് ക്യാമറയിൽ നോക്കി സംസാരിച്ച് വീഡിയോ ഇടാൻ വേണ്ടി തുടങ്ങിയിട്ട് കുറച്ചായിട്ടേ ഉള്ളൂ, 2 മാസത്തിന് താഴെ ആയിട്ടേ ഉള്ളൂ. അപ്പോൾ സ്വാഭാവികമായിട്ടും എനിക്ക് ഒരു തുടക്കക്കാരി എന്നുള്ള രീതിയിൽ ഒരുപാട് പരിമിതികളുണ്ട്. എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ഇനി പഠിക്കാനുണ്ട്. പല കാര്യങ്ങളും ഞാൻ ചെയ്യുന്നത് അബദ്ധമായി പോയേക്കാം, പല കാര്യങ്ങളും ഞാൻ ചെയ്യുന്നത് പെർഫെക്റ്റ് അല്ലാണ്ടിരിക്കാം. എന്നാലും വളർന്നു വരുന്ന ഒരാൾ എന്നുള്ള രീതിയിൽ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിലും കൂടെ നിന്നൊന്ന് സപ്പോർട്ട് ചെയ്ത് തരണം എന്നാണ് ഞാൻ എല്ലാവരോടും എപ്പോഴും പറയുന്നത്. കാരണം എന്താ വെച്ചാൽ ഞാൻ ഇത്രയ്ക്കൊക്കെ ഉള്ളൂ എന്ന് എനിക്കറിയാം. എന്നാലും നമുക്കും നമ്മളൊരാഗ്രഹത്തിൻ്റെ പുറത്ത് ചെയ്തു പോകുന്നതാണ് ഇങ്ങനെയുള്ള വീഡിയോസൊക്കെ. അപ്പം നിങ്ങൾ ക്വാളിറ്റി ഇല്ലെങ്കിലും കണ്ടൻറ്റും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിലും എന്നെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ കൂടെ നിന്ന് ഈ വീഡിയോസ് ജസ്റ്റ് ഒന്ന് കാണുക. ഇനി കാണാനും കേൾക്കാനും സമയമില്ലെങ്കിൽ വെറുതെ അവിടെ ഓണാക്കിയിട്ടാലും വേണ്ടില്ല, ഒന്ന് സഹകരിച്ച് സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കണം എന്നാണ് എല്ലാവരോടും പറയാനുള്ളത്. നീ പറഞ്ഞ പോലെ തലവെട്ടിക്കുന്ന പരിപാടിയൊക്കെ പരമാവധി ഞാൻ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. അതിൻ്റെ പേരിൽ ആരും അൺസബ്സ്ക്രൈബ് ചെയ്ത് പോകരുത്, അതിൻ്റെ പേരിൽ ആരും വീഡിയോ കാണാണ്ടിരിക്കരുത്. പോകെ ഞാൻ എൻ്റെ എല്ലാ വീഡിയോസും കൂടുതൽ നന്നാക്കാൻ വേണ്ടിയിട്ട്, മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട് ക്വാളിറ്റിയുള്ള കണ്ടൻറ്റും ക്വാളിറ്റിയുള്ള വീഡിയോയും കാര്യങ്ങളൊക്കെ ആയിട്ട് വരാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നതാണ്. നിങ്ങളാണ് എൻ്റെ ശക്തി. നിങ്ങളെ കണ്ടുകൊണ്ട് മാത്രമാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത്. അല്ലാതെ ലോകം മുഴുവൻ വൈറലാവുമെന്ന് വിചാരിച്ചിട്ടോ, നിങ്ങളൊരാൾ കണ്ടിട്ടില്ലെങ്കിൽ എൻ്റെ വീഡിയോസ് വേറെ കാണാൻ ആൾക്കാരുണ്ട് എന്ന് വിചാരിച്ചിട്ടോ ചെയ്യുന്നതല്ല. എന്നെ കാണുന്ന കുറച്ച് പേരുണ്ട്, എന്നെ സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് പേരുണ്ട്. അവർക്ക് വേണ്ടിയിട്ട് മാത്രമാണ് വീഡിയോ ചെയ്യുന്നത്. അവരെ പ്രതീക്ഷിച്ചുകൊണ്ട് മാത്രമാണ് വീഡിയോ ചെയ്യുന്നത്. അപ്പം എന്തൊക്കെ മൈനസുകളുണ്ടെങ്കിലും നെഗറ്റീവുകളുണ്ടെങ്കിലും ഒഴിവാക്കി പോകരുത്. എല്ലാവരും കൂടെ തന്നെ ഉണ്ടാവണം. ഇത്രയൊക്കെ പറയാനുള്ളൂ. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ എല്ലാവർക്കും